BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താൽ കോട്ടയം ജില്ലയിൽ പൂർണ്ണമാണ്. ജില്ലയിൽ വ്യാപകമായി ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. തുറന്ന സ്ഥാപനങ്ങളെല്ലാം അടപ്പിച്ചു. കോട്ടയത്ത് കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. KSRTC ബസ് ഉൾപ്പെടെയുള്ളവ തടയുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ രോഗികളെ തടഞ്ഞു. മുണ്ടക്കയത്തെ പെട്രോൾ പമ്പുകളും ബാങ്കുകളും സ്വകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു. കോട്ടയം നഗരത്തിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. ഒത്തുകളിക്കും പോലീസ് ഇല്ല ഇവിടെ നടപ്പില്ല, ഇല്ല ഇവിടെ നടപ്പില്ല. ആരിത് പറയുന്നറിയാമോ? തന്റെ അടുത്തം തലയിൽ കട്ടി വെങ്ങാനൂരിൻ തെരുവീതികളിൽ വില്ലുവണ്ടി പായിച്ചോ പട്ടിക വിഭാഗങ്ങൾ നടത്തുന്ന ഹർത്താലിനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന കുറെ ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ദളിതാദിവാസി സമൂഹം ഒന്നടങ്കം കേരളത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന സമരമുഖമാണിത്. ഒരു വിഷയമല്ല, നിതിൻ രാജ് മാത്രമല്ല, ഇതിനു മുമ്പ് എത്രയോ രജനി ആനന്ദ് ഉൾപ്പെടെ എത്രയോ വിദ്യാർത്ഥികളിലൂടെ മരണപ്പെട്ടു. കലാലയങ്ങളിൽ ജാതിവരി നടന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ്. മേലിൽ കേരളത്തിൽ ഇതുണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ഇത്തരം ആളുകളെ ഞങ്ങൾ വീട്ടിൽ പോയി കൈകാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഹർത്താലുമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹർത്താലിനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള വിചാരവുമായി ഇറങ്ങുന്ന മുഴുവൻ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ള ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്ന ഹർത്താലാണ്. ഇതിനെ അട്ടിമറിക്കാൻ ഒരാളും ശ്രമം നടത്തരുത്. ഇത് 6 മണി വരെ കേരളത്തിൽ ഹർത്താൽ ഉണ്ടാകും. ഞങ്ങൾ തെരുവുകളിൽ നിന്നും പോകണമെങ്കിൽ 6 മണിയാകും. അതിനുശേഷം ഈ കോളേജ് അധ്യാപകരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തെരുവുകളിൽ വലിയ സമരാഗ്നി രൂപപ്പെടാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.